ഹലോ എവരി വൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നമുക്കറിയാം ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും ഒരു നാണയം പോലെ തന്നെ അതിന് മറ്റൊരു സൈഡ് ഉണ്ട്. എന്തായിരിക്കും? എന്തെങ്കിലും ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും. സോ അതുപോലെ തന്നെ നമ്മുടെ C# കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് സാധാരണ കണ്ടുവരുന്ന ഡിസഡ്വാൻറ്റേജസ്. ഫസ്റ്റ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ C# ഫ്രെയിം വർക്കിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് അതിൻ്റെ ഓരോ സെറ്റുകൾ ചെയ്യുന്നകത്തും അത് ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ C# ലെസ് ഫ്ലെക്സിബിളായിട്ട് കാണപ്പെടുന്ന കേസുകളുണ്ട്. അതാണ് ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാനുള്ളത്. പിന്നെ നമ്മൾ C# കേസ് പറഞ്ഞിരുന്നു, അത് ഈച്ച് ടൈം എന്ത് ചെയ്യുന്നുണ്ട്, കമ്പൈൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തു കഴിഞ്ഞു, അത് കമ്പൈൽ ചെയ്തു, പിന്നെ എന്തെങ്കിലും ചേഞ്ചസ് ആ പ്രോഗ്രാമിനകത്ത് വരുത്തി കഴിഞ്ഞാൽ പിന്നെയും കമ്പൈൽ ചെയ്യുക, അങ്ങനെ റിപ്പീറ്റ്ലി എന്ത് ചെയ്യേണ്ടി വരും, കമ്പൈൽ ചെയ്യേണ്ടി വരും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ പലപ്പോഴും C# സ്ലോ ആയിട്ട് റൺ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതും മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇവിടെ വരാൻ കാരണം എന്താ വെച്ചാൽ, ഈ റിപ്പീറ്റായിട്ട് കമ്പൈൽ ചെയ്യുന്ന കേസുകൾ വരുമ്പോൾ നമ്മളതിൻ്റെ ടോട്ടൽ നോക്കുമ്പോൾ എന്തായിരിക്കും, പ്രോഗ്രാം കുറച്ച് സ്ലോ ആയിട്ടാണ് റൺ ചെയ്യുന്നതെന്നാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതാണ് മറ്റൊരു ഡിസഡ്വാൻറ്റേജ്. പിന്നെ ലിമിറ്റഡ് ടു മൈക്രോസോഫ്റ്റ് പ്ലാറ്റ്ഫോംസ്. നമ്മുടെ ഈ C# എന്ന് പറയുന്നത് നമ്മൾ മുന്നേ അഡ്വാൻറ്റേജസിലും കാര്യങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു, ഇതൊരു ക്രോസ് പ്ലാറ്റ്ഫോം ആപ്ലിക്കേഷനാണ് എന്ന് നമ്മളവിടെ പറയുന്നുണ്ടെങ്കിൽ കൂടി പ്രൈമറിലി ഇതൊരു മൈക്രോസോഫ്റ്റ് പ്ലാറ്റ്ഫോം അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ പല കോണ്ടെക്സ്റ്റിലും ഇതിൻ്റെ യൂസസ് ലിമിറ്റഡ് ആയിരിക്കും. ഇപ്പോൾ ക്രോസ് പ്ലാറ്റ്ഫോം ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ലിമിറ്റ്സ് ഉണ്ടായിരിക്കും. നമ്മൾ പല കോണ്ടെക്സ്റ്റിൽ വെച്ച് നോക്കുമ്പോഴും ലിമിറ്റ് ഉണ്ടായിരിക്കും. പ്രൈമറിലി ഇതൊരു മൈക്രോസോഫ്റ്റ് പ്ലാറ്റ്ഫോം ആപ്ലിക്കേഷനാണ്, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പിന്നെ വരുന്നതാണ് ഗാർബേജ് കളക്ഷൻ. നമ്മൾ C# അഡ്വാൻറ്റേജിൽ പറഞ്ഞിരുന്നു, ഇതൊരു ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ഷൻ ഇതിനകത്ത് പോസിബിളാണ്. അതിലൂടെ മെമ്മറി മാനേജിങ്ങും പോസിബിളാണ്. അത് എവിടെ നമ്മളൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് പറഞ്ഞിരുന്നത്. എങ്കിലും ഡിസഡ്വാൻറ്റേജിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഗാർബേജ് കളക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നടത്തുന്നത് കാരണം, മെമ്മറി മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് നടത്തുന്നത് കാരണം പലപ്പോഴും പെർഫോമൻസ് ഇഷ്യൂസ് കാണാറുണ്ട്. ഇതാണ് മറ്റൊരു ഡിസഡ്വാൻറ്റേജ്. പിന്നെ വരുന്നത് ലേണിംഗ് കർവ് ഫോർ അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ്സ്. നമ്മൾ അഡ്വാൻറ്റേജിനകത്ത് പറഞ്ഞിരുന്നു C# ഈസി ടു ലേൺ ആണ്. പ്രത്യേകിച്ച് ബേസിക് പ്രോഗ്രാമിങ്ങിൻ്റെ കേസൊക്കെ വരുമ്പോൾ, പ്രോഗ്രാമേഴ്സിൻ്റെ കേസൊക്കെ വരുമ്പോൾ ഈസി ടു ലേൺ ആണ്. അപ്പോൾ ഇതിൻ്റെ ബേസിക് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സ് ഒക്കെ നോക്കുമ്പോൾ ഈസി ടു ലേൺ തന്നെയാണ്. പക്ഷേ നമ്മൾ ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോൺസെപ്റ്റിലേക്കൊക്കെ ചെല്ലുമ്പോൾ കൂടുതൽ ചാലഞ്ചിങ് ആണ്. അതായത് ഇപ്പോൾ അസിൻക്രണസ് പ്രോഗ്രാമിംഗ്, പാരലൽ പ്രോസസ്സിങ്ങിലൊക്കെ എത്തുമ്പോൾ അത് കൂടുതൽ എന്തായിരിക്കും, കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ആണ് ഈ ഒരു ലേണിംഗ് കർവ് എന്നാണ് ഇവിടെ പറയുന്നത്. അഡ്വാൻസ്ഡ് കോൺസെപ്റ്റിലേക്കൊക്കെ വരുമ്പോൾ വരുന്ന ആ ഒരു ലേണിംഗ് കർവ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് മാറാറുണ്ട്. കാരണം നമ്മളിത് ഈസി ആണല്ലോ, സിമ്പിൾ ആണല്ലോ ഇത് C# നമ്മൾ ആ ചോയ്സ് നമ്മളത് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷനിലേക്ക് പോകുന്നതോറും കോംപ്ലിക്കേഷൻസ് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ലിമിറ്റഡ് സപ്പോർട്ട് ഫോർ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ്. C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ഫീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിലും പ്രൈമറിലി ഇതൊരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ്. നമ്മൾ ഇൻട്രഡക്ഷനകത്തൊക്കെ പറഞ്ഞിരുന്നു, ജാവയൊക്കെ പോലെ സിൻറ്റാക്റ്റിക്കലി സിമിലർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഈ C#. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് സ്റ്റൈൽ പ്രിഫർ ചെയ്യുന്ന ഡെവലപ്പേഴ്സിന് ഇതൊരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് പറയാനുള്ള ഡിസഡ്വാൻറ്റേജസ്. എന്തൊക്കെയായിരുന്നു? ഇതിനകത്ത് C# ഫ്രെയിം വർക്കിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് അത്ര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല. പിന്നെ ഓരോ ടൈമിലും നമ്മൾ ഈ പ്രോഗ്രാം കമ്പൈൽ ചെയ്യേണ്ടി വരും. അതായത് ഇപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് കമ്പൈൽ ചെയ്യണം, പിന്നെ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ കമ്പൈൽ ചെയ്യണം, എറർ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെയും കമ്പൈൽ ചെയ്യണം. റിപ്പീറ്റ്ലി കമ്പൈലേഷൻ വരുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രോഗ്രാം സ്ലോലി റൺ ചെയ്യാണ് എന്നുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ഇവിടെ വരും. പിന്നെ ലിമിറ്റഡ് ടു മൈക്രോസോഫ്റ്റ് പ്ലാറ്റ്ഫോംസ് ആണ്. അതായത് ഇത് ക്രോസ് പ്ലാറ്റ്ഫോം ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിലും പ്രൈമറിലി ഇതെന്താണ്, ഒരു മൈക്രോസോഫ്റ്റ് പ്ലാറ്റ്ഫോം അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ ചില കോണ്ടെക്സ്റ്റിൽ ഇതിൻ്റെ യൂസസ് ലിമിറ്റഡ് ആയിരിക്കും.
പിന്നെ വരുന്നത് ഗാർബേജ് കളക്ഷനാണ്. സി ഷാർപ്പിനകത്ത് ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ഷൻ ഉണ്ട് മെമ്മറി മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട്. പക്ഷേ ഇത് പെർഫോമൻസ് ഇഷ്യൂസിലേക്കൊക്കെ പലപ്പോഴും എത്തിക്കുന്നുണ്ട്. പിന്നെ ലേണിംഗ് കർവ് ഫോർ അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ്സ്. സി ഷാർപ്പ് ഈസി ടു ലേൺ ആണ്. പ്രത്യേകിച്ച് ബേസിക് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റുകളൊക്കെ വരുമ്പോൾ ഇതൊരു ഈസി ടു ലേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പക്ഷേ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോൺസെപ്റ്റിലേക്കൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് അസിൻക്രണസ് പ്രോഗ്രാമിംഗ്, പാരലൽ പ്രോസസ്സിങ്ങിലേക്കൊക്കെ വരുമ്പോൾ ഇത് കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇത് പലപ്പോഴും ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് മാറാറുണ്ട്. കാരണം ഈസി ആണല്ലോ, സിമ്പിൾ ആണല്ലോ എന്ന് കരുതി ഒരാൾ അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ലെവൽ കൂടുന്നതിനനുസരിച്ച് അത് കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതും ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ ലിമിറ്റഡ് സപ്പോർട്ട് ഫോർ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ്. അതായത് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അത് ലിമിറ്റഡ് ആണ്. കാരണം ഇതെന്താണ്, ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട് ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡെവലപ്പേഴ്സിന് ഇതൊരു ബെസ്റ്റ് ചോയ്സ് അല്ല എന്നുള്ളതാണ് മറ്റൊരു ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ നമ്മൾ സി ഷാർപ്പിൻ്റെ അഡ്വാൻറ്റേജസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസും ഡിസ്കസ് ചെയ്തു. അഡ്വാൻറ്റേജിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? സി ഷാർപ്പ് വെരി എഫിഷ്യൻ്റ് ആണ്. അതേപോലെ തന്നെ ഗാർബേജൊക്കെ ഓട്ടോമാറ്റിക്കലി കളക്ട് ചെയ്യാൻ കഴിയും. പിന്നെ മെമ്മറി ലീക്ക് എന്നുള്ളൊരു പ്രോബ്ലം സി ഷാർപ്പിനകത്തില്ല. കാരണം എന്താണ്, ഹൈ മെമ്മറി ബാക്കപ്പ് ഇതിനകത്ത് പോസിബിൾ ആണെന്നുള്ളതായിരുന്നു മറ്റൊരു അഡ്വാൻറ്റേജ്. പിന്നെ കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് വളരെ കുറവാണ്. മറ്റ് ലാംഗ്വേജ് വെച്ച് നോക്കുമ്പോൾ റൺ ചെയ്യുന്നതും കൂടുതൽ സേഫാണ്. പിന്നെ ഇതൊരു ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജിലേക്ക് കമ്പൈൽ ചെയ്യാൻ കഴിയും. അതൊരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആണ്. അത് ഇൻഡിപെൻഡൻ്റ് ആണ്, ഇറസ്പെക്റ്റീവ് ആണ്. പ്രത്യേകിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ആർക്കിടെക്ചറൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അത് പെർഫോം ചെയ്യുക. പിന്നെ സിമ്പിളാണ്, ഈസി ടു ലേൺ ആണെന്നുള്ളതായിരുന്നു മറ്റൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്ക് സിയും CPPയും ജാവയൊക്കെ അറിയുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും ഇതൊരു ഈസി ടു ലേൺ ലാംഗ്വേജ് ആയിരിക്കും. പിന്നെ ഈസി ടു റീഡ് ആണ്, ഈസി ടു റൈറ്റും ആണ്. പിന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. സി ഷാർപ്പ് ഒരു ഫുള്ളി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ റീയൂസബിൾ കോഡ് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. കോംപ്ലെക്സ് ആപ്ലിക്കേഷൻസൊക്കെ ഈസി ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. പിന്നെ വരുന്നത് ലാർജ് സ്റ്റാൻഡേർഡ് ലൈബ്രറിയാണ്. സി ഷാർപ്പിന് ലാർജ് സ്റ്റാൻഡേർഡ് ലൈബ്രറി ഉണ്ട്. ഇതിനകത്ത് പ്രീ ബിൽറ്റ് ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ട്, ഫങ്ഷൻസ് ഉണ്ട്. ഇത് യൂസ് ചെയ്തുകൊണ്ട് ഡെവലപ്പേഴ്സിന് കോമൺ ടാസ്കുകളൊക്കെ ചെയ്യാൻ കഴിയും. കുറേ കസ്റ്റം കോഡൊന്നും ചെയ്യാതെ തന്നെ ഈസി ആയിട്ട് അവർക്ക് പ്രോഗ്രാമിംഗ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. പിന്നെ ക്രോസ് പ്ലാറ്റ്ഫോം സപ്പോർട്ടാണ് അടുത്തത്. സി ഷാർപ്പിനകത്ത് വിൻഡോസ്, ലിനക്സ്, മാക് OS പോലെയുള്ള അപ്ലിക്കേഷൻസൊക്കെ എന്ത് ചെയ്യാൻ കഴിയും, ഡെവലപ്പ് ചെയ്യാൻ കഴിയും. മാത്രമല്ല മൊബൈൽ ആപ്ലിക്കേഷൻസ്, വെബ് ആപ്ലിക്കേഷൻസൊക്കെ ഈസിലി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. പിന്നെ സി ഷാർപ്പിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്ട്രോങ്ലി ടൈപ്പ്ഡ് ലാംഗ്വേജ് ആണത്. അതായത് ഡാറ്റ ടൈപ്പ് എന്താണെന്ന് കമ്പൈൽ ടൈമിൽ ചെക്ക് ചെയ്യും. അതിലൂടെ കൂടുതൽ എറേഴ്സ് റെഡ്യൂസ് ചെയ്യാനും റിയലബിലിറ്റി ഇൻക്രീസ് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സാധിക്കും. പിന്നെ മൈക്രോസോഫ്റ്റ് ടെക്നോളജീസ് ആയിട്ടുള്ള ഇൻ്റഗ്രേഷനാണ്. ഇതൊരു മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. മാത്രമല്ല മൈക്രോസോഫ്റ്റിൻ്റെ മറ്റ് ടെക്നോളജീസ് .NET, Azure, വിഷ്വൽ സ്റ്റുഡിയോ ഒക്കെ ആയിട്ട് എന്താണ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പെർഫോം ചെയ്യാനും ഇതിന് കഴിയും. ഇത്രയായിരുന്നു ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ കോൺസെപ്റ്റുകൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.